മലപ്പുറം തിരൂർ ദേശീയപാത മലപ്പുറം തിരൂർ പാതയിലാണ് ഇപ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ പ്രതിഷേധമുള്ളത്. അവിടെ ഓട്ടോ ഡ്രൈവറുടെ മരണത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ ഒരു കാരണവശാലും സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ബസ്സുകൾ തടഞ്ഞുവെച്ചാണ് അവിടെ പ്രതിഷേധം നടക്കുന്നത്. വിപിൻ സി വിജയൻ പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, ഈ പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കിയ സംഭവം അത് അത്യന്തം ദാരുണമായ സംഭവമാണ്, ദൗർഭാഗ്യകരമാണ്. ആ രീതിയിൽ ഒരു ഓട്ടോ ഡ്രൈവർ മരിച്ച സംഭവം, അതിക്രൂരമായി മർദ്ദനമേറ്റു എന്നാണ് ഇപ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സ് അടക്കം പറയുന്നത്. എന്താണ് ആ മർദ്ദനത്തിലേക്ക് നയിച്ച സാഹചര്യം? എന്താണ് ഉണ്ടായതെന്ന് അവിടെ? ഇന്ന് 10 മണിയോട് കൂടി വടക്കേമണ്ണ എന്നൊരു സ്ഥലത്ത് വെച്ച് ഇവിടെ ഈ സ്ഥലത്ത് ഓടുന്ന അബ്ദുൽ ലത്തീഫ് എന്നുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഓട്ടോ ഓടിക്കുകയായിരുന്നു. ഈ സമയത്ത് അവിടെ ഒരു നിമിഷം ഒന്ന് ഇടപെടുകയാണ്. പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമായിട്ട് സംസാരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. പ്രജി, പോലീസ് എത്തിയപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാക്കുന്നതിന് വേണ്ടി ഇവരുമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക്, പ്രാഥമികമായിട്ടുള്ള ചർച്ചയിലേക്ക് കടക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കാര്യമുള്ളത്. ഇന്ന് രാവിലെ നടന്നത് 10 മണിയോട് കൂടി അബ്ദുൽ ലത്തീഫ് എന്നുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, ഇവിടെയാണ് അദ്ദേഹം ഓട്ടോ ഓടുന്ന സ്ഥലമാണ് ഈ ഒതുക്കങ്ങൽ എന്നുള്ള പ്രദേശം. ഇവിടെ നിന്ന് ഈ വടക്കേമണ്ണ എന്നുള്ളൊരു പ്രദേശത്ത് നിന്ന് 2 സ്ത്രീകൾ ഇദ്ദേഹത്തിന്റെ വാഹനത്തിൽ സവാരിക്ക് വേണ്ടി കയറുന്നു. അപ്പോൾ തൊട്ടു പുറകിൽ ഉണ്ടായിരുന്ന ബസ്സിലെ ജീവനക്കാർ അവർ പ്രകോപിതരായി ഈ ഓട്ടോറിക്ഷയ്ക്ക് പുറകെ തന്നെ പോവുകയും ഏകദേശം 1 കിലോമീറ്ററോളം ഓട്ടോറിക്ഷയ്ക്ക് പുറകെ പോയി ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ ഈ സ്വകാര്യ ബസ് ഇടുകയും ചെയ്തു. അതിനുശേഷം അതിൽ നിന്ന് ക്ലീനറും ജീവനക്കാരും ഇറങ്ങി വന്ന് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള അബ്ദുൽ ലത്തീഫിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. കഴുത്തിന് പിടിച്ചു, ഒപ്പം തന്നെ നെഞ്ചിലേക്ക് ഇടിച്ചു തുടങ്ങിയിട്ടുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. അത്തരത്തിൽ ഒരു മർദ്ദനം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം അബ്ദുൽ ലത്തീഫ് തന്നെ വാഹനം ഓടിച്ച് ഈ പരിക്ക് പറ്റിയതിനെ തുടർന്ന് മലപ്പുറത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുകയാണ്. ഈ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തിയ ഉടൻ തന്നെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. കുഴഞ്ഞു വീണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുണ്ടെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചു. അപ്പോൾ ഈ ഇടിയാണോ, ഈ ഒരു മർദ്ദനമാണോ ആ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഗൗരവമുള്ള ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചിട്ടായിരിക്കും അബ്ദുൽ ലത്തീഫിന്റെ പോസ്റ്റ്മോർട്ടം ഉണ്ടാവുക. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും ഈ മരണകാരണത്തെ സംബന്ധിച്ച് ഒരു വ്യക്തത വരികയുമുള്ളൂ. എന്തായാലും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സംബന്ധിച്ച് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് അദ്ദേഹം. ജീവിതം ഇതാ ഒന്ന് പച്ചപിടിച്ച് വരുന്നതേ ഉള്ളൂ. അതായത് ഒരു വീട് ഇപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ. 4 മക്കളാണ്, 2 പേർ ദുബായിലാണ്. ഇത്തരത്തിൽ ആ ജീവിതത്തിൽ ഈ ഓട്ടോറിക്ഷയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അത്താണി എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെയാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു രോഷം ഇവിടെ നിന്ന് ഉയരുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസ് ഇടപെട്ട ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വിടാൻ തുടങ്ങിയിരിക്കുന്നു. സർവീസ് പുനരാരംഭിക്കാൻ ഒരു ഇടവരുത്തിയിരിക്കുന്നു. ബസ്സുകൾ ഇവിടെ നിർത്തിയിടാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഇവിടെ എത്തി അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. ഇപ്പോഴും ഈ ഡ്രൈവർമാർ ഈ ഭാഗത്ത് തന്നെ തമ്പടിച്ച് നിൽക്കുകയാണ്. വാഹനം കടത്തിവിടാനുള്ള ഒരു നടപടിയാണ് ആദ്യഘട്ടത്തിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവരോട് ഒരു ചർച്ചയാകാം എന്നുള്ളത് നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സംഘടിച്ച് ഒതുക്കുങ്ങൽ പ്രദേശത്ത് തന്നെ നിൽക്കുകയാണ്. ഈ ബസ്സുകാർക്കെതിരെ ശക്തമായിട്ടുള്ളൊരു നടപടി വേണം. കാരണം ഇന്നലെ താനൂരിലും ഓട്ടോറിക്ഷയിൽ ബസ്സിലുള്ള ആളുകളെ, ബസ്സിലേക്ക് കയറേണ്ട യാത്രക്കാരെ ഓട്ടോറിക്ഷയിൽ കയറ്റുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പരാതി. അതിനെ തുടർന്ന് ഇന്നലെ താനൂരിലും ഇതുപോലെ തന്നെ ഓട്ടോറിക്ഷയിൽ ഉള്ള ആളുകളെ, ഓട്ടോറിക്ഷ ഡ്രൈവറെ ബസ്സിലെ ജീവനക്കാർ വന്ന് മർദ്ദിക്കുന്ന അവസ്ഥയുണ്ടായി. ഇന്ന് വടക്കേമണ്ണയിലും അതേ അവസ്ഥയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇനി ഇതും ഇങ്ങനെ വെച്ചു പുലർത്താൻ സാധിക്കുകയില്ല. ഇതിൽ ശക്തമായിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്ത് തന്നെ വേണം എന്നുള്ള ആവശ്യം ഇവർ ഉന്നയിക്കുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുകയും ചെയ്യുന്നത്. മലപ്പുറം ഒതുക്കങ്ങളിൽ നിന്നാണ് വിപിൻ സി വിജയൻ തത്സമയ വിവരങ്ങളുമായി ചേർന്നത്. അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നു. അബ്ദുൽ ലത്തീഫ് എന്ന ഓട്ടോ ഡ്രൈവറുടെ മരണത്തിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഓട്ടോ ഡ്രൈവർ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞുവെച്ച് അവിടെ പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഇടപെട്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിക്കുകയാണ്.